ഹലോ ഗൈസ്, ട്രിപ്പിൻ സ്പോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഡൽഹിയിൽ തണുപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ചൂടൊക്കെ പോയി, തണുപ്പൊക്കെ ഒരു ഒക്ടോബർ പാതിയൊക്കെ ആയപ്പോൾ തണുപ്പൊക്കെ സ്റ്റാർട്ടായി. തണുപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് തണുപ്പിൻ്റേതായിട്ടുള്ള കുറച്ച് ഡ്രസ്സുകളൊക്കെ വാങ്ങണം. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ കുഞ്ഞിനെയും കൊണ്ടൊന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മുടെ തൊട്ടടുത്തുള്ള മെഹ്റോളി എന്ന സ്ഥലത്തെ മാർക്കറ്റിൽ ചെറുതായിട്ട് ഒരു ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ്. ഡൽഹിയിൽ നമുക്ക് ഒരുപാട് മാർക്കറ്റുകളുണ്ട്, പേര് കേട്ട ഒരുപാട് മാർക്കറ്റുകൾ. സരോജിനി മാർക്കറ്റ്, INA മാർക്കറ്റ്, കരോൾ ബാഗ് മാർക്കറ്റ്, അതുപോലെ ലാജ്പത് നഗർ മാർക്കറ്റ്, ചാന്ദിനി ചൗക്ക് മാർക്കറ്റ്, അങ്ങനെ ഇഷ്ടംമാതിരി മാർക്കറ്റുകൾ നമുക്ക് ഡൽഹിയിലുണ്ട്. ഡൽഹി വിസിറ്റ് ചെയ്യാൻ വരുന്ന ഒരു സന്ദർശകന് തിരിച്ച് മടങ്ങി പോകുമ്പോൾ, അവരുടെ നാട്ടിൽ മടങ്ങി പോകുമ്പോൾ കൈ നിറയെ അല്ലെങ്കിൽ ബാഗ് നിറയെ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് പോകാൻ വേണ്ടി നമുക്ക് ഡൽഹി ഒരുപാട് സഹായകമാകുന്ന മാർക്കറ്റുകളാണ് ഇവയെല്ലാം. നമ്മുടെ മലയാളീസിനൊരു ഗുണമുണ്ട്. നമ്മൾ നമ്മുടെ കേരളം വിട്ട് ഏത് സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഏത് രാജ്യത്ത് പോയാലും നമ്മൾ തിരിയുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു മലയാളീനെ ആയിരിക്കും. അതുപോലെ ഡൽഹിയിലും നിറയെ മലയാളികൾ ഉള്ള ഒരു കാലമുണ്ടായിരുന്നു നമ്മുടെ കൊറോണയ്ക്കൊക്കെ മുൻപ്. അതുകൊണ്ട് തന്നെ എല്ലാ മാർക്കറ്റുകളിലെയും വിൽപ്പനക്കാർക്ക് അത്യാവശ്യമൊക്കെ മലയാളം അറിയാം. പണ്ടൊക്കെ നമുക്ക് വില പേശി സാധനങ്ങൾ എടുക്കാമായിരുന്നു. എങ്കിൽ ഇന്ന് ഇവർ അടവും മലയാളവും എല്ലാം പഠിച്ചത് കൊണ്ട് തന്നെ ഇവർ ഫിക്സ് റേറ്റിലാണ് സാധനങ്ങൾ വിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എത്ര ബാർഗൈനിങ് ചെയ്താലും ഇവർ കുറയ്ക്കുമെന്ന് തോന്നുന്നില്ല. എങ്കിലും സരോജിനി മാർക്കറ്റും ചാന്ദിനി ചൗക്ക് മാർക്കറ്റും ഒക്കെ നമ്മൾ വില പേശി തന്നെ എടുക്കണം. ഇവർ ഒരു 2000 രൂപയൊക്കെ ഒരു സാധനത്തിന് പറഞ്ഞാൽ നമ്മൾ അതിനൊരു 150 രൂപ അല്ല 200 രൂപ പറയാൻ പാടുള്ളൂ. അത്രയ്ക്കും വില കുറച്ച് മാത്രമേ നമ്മൾ സാധനങ്ങൾ എടുക്കാൻ പാടുള്ളൂ. അല്ല എങ്കിൽ പിന്നെ നമ്മൾ അവർ പറയുന്ന കാശ് കൊടുത്തിട്ട് നമ്മൾ സാധനം വാങ്ങി വരേണ്ടി വരും. ദീപാവലിയൊക്കെ കഴിഞ്ഞ് തണുപ്പ് തുടങ്ങുന്ന ഈ ഒരു സമയത്ത് ഡൽഹിയിൽ അതിഭയങ്കരമായിട്ടുള്ള പൊല്യൂഷനാണെന്ന് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടായിരിക്കും. അത് കറക്റ്റാണ്. ദീപാവലിക്ക് പടക്കമൊക്കെ പൊട്ടിച്ച് അത് കഴിഞ്ഞിട്ടുണ്ടാകുന്ന പൊല്യൂഷന് ഭയങ്കരമായിട്ടുള്ള പൊല്യൂഷനാണ്. നമുക്ക് ആർക്കും തന്നെ സഹിക്കാൻ പറ്റുന്നതായിരിക്കില്ല. പുറത്തൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അതുപോലെ പുകയായിരിക്കും. നമുക്ക് പുറത്തോട്ട് ഇറങ്ങിയാൽ തന്നെ അറിയാൻ പറ്റും പൊല്യൂഷനാണ് എന്ന്. ഡൽഹി പൊല്യൂഷനെ പോലെ തന്നെയാണ് ഡൽഹിയിലുള്ള ആളുകളും. തിങ്ങിക്കൂടിയാണ് ആളുകൾ താമസിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മാർക്കറ്റുകളിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ ഇടിച്ച് അല്ലെങ്കിൽ തന്നെത്താനെ നമ്മളെ നീക്കിക്കൊണ്ട് പോകുന്ന രീതിയിലായിരിക്കും ജനപ്പെരുപ്പം ഉള്ളത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ വസ്തുക്കൾ, നമ്മുടെ പേഴ്സ്, നമ്മുടെ പോക്കറ്റ്, നമ്മുടെ ഫോണ് എല്ലാം തന്നെ നമ്മൾ സൂക്ഷിക്കുന്നത് നല്ലതാണ്. അല്ല എങ്കിൽ തിരിച്ചു വരുമ്പോൾ നമ്മുടെ പോക്കറ്റ് പോലും കാണില്ല എന്നാണ് വാസ്തവം. മാർക്കറ്റുകളിൽ തുണികൾ മാത്രമല്ല, എല്ലാ സാധനങ്ങളും നമുക്ക് പല ഏരിയ അനുസരിച്ച് നമുക്ക് വാങ്ങാൻ കിട്ടും. ഞങ്ങൾ ഇന്നിറങ്ങിയ മാർക്കറ്റ് തണുപ്പിൻ്റേതായിട്ടുള്ള തുണികളായിരുന്നു ഏറ്റവും കൂടുതൽ. ആ മാർക്കറ്റിൽ തന്നെ സ്വീറ്റ്സ് കാര്യങ്ങൾ, അതുപോലെ ബെൽറ്റ്, ചെരുപ്പ് എല്ലാ ഐറ്റംസും ഉണ്ട്. മാർക്കറ്റ് ആകുമ്പോൾ എല്ലാ ഐറ്റംസും കാണണമല്ലോ. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നമ്മൾ മാർക്കറ്റിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നോർമൽ ഡ്രസ്സുകൾ ഒന്നും തന്നെ കിട്ടത്തില്ല. എല്ലാ കടകളിലും തണുപ്പിൻ്റെ തുണികളാണ് നമുക്ക് ലഭ്യമാകുന്നത്. രാവിലെ ഒരു 10 മണി മുതൽ നമ്മുടെ മാർക്കറ്റുകളെല്ലാം തന്നെ തുറക്കുമെങ്കിലും സാധനങ്ങളുടെ വില കുറവ് വൈകുന്നേര സമയങ്ങളിലാണ്. ആളുകൾ കൂടുതൽ വൈകുന്നേര സമയങ്ങളിലാണ് സാധനങ്ങൾ വാങ്ങാൻ ഇറങ്ങുന്നത്. ഓഫീസ് കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ പകൽ ആർക്കും തന്നെ സമയമുണ്ടായിരിക്കില്ല. അതുകൊണ്ട് ഈവനിങ് സമയങ്ങളിലാണ് എല്ലാവരും പർച്ചേസിങ്ങിന് ഇറങ്ങുന്നത്. പകലുള്ള വിലയെക്കാട്ടിലും ഒരു 10-20 രൂപ കൂടുതലായിരിക്കും ഈവനിങ് സമയങ്ങളിൽ നമ്മൾ സാധനങ്ങൾ മേടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ. അതുകൊണ്ട് പകൽ സമയങ്ങളിൽ സമയമുള്ളപ്പോൾ പോയി മാർക്കറ്റുകളിൽ നിന്ന് സാധനം വാങ്ങുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. മെയിൻ കാര്യമെന്ന് പറഞ്ഞാൽ തിരക്ക് പകൽ സമയത്ത് കുറവായിരിക്കും.
രാത്രി സമയങ്ങളിൽ, ഈവനിങ് സമയങ്ങളിൽ നല്ല തിരക്കായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ സാധനങ്ങൾ സെലക്ട് ചെയ്ത് എടുക്കാൻ ബുദ്ധിമുട്ടും ഉണ്ടായിരിക്കും. ഇപ്പോൾ സീസൺ ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്വെറ്റർ, ഇന്നേഴ്സ്, സോക്സ്, ഗ്ലൗസ്, ക്യാപ്പ് എല്ലാത്തിനും തന്നെ നല്ല വിലക്കുറവാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നല്ല സെലക്ഷനോട് കൂടി നമുക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ തിരഞ്ഞെടുത്ത് അതിൻ്റെ വില അനുസരിച്ച് നമുക്ക് വാങ്ങാവുന്നതാണ്. നല്ല വെറൈറ്റി സ്വെറ്ററുകളും ജാക്കറ്റുകളും എല്ലാം നമുക്ക് നമ്മുടെ ഡൽഹിയിലെ ഏത് മാർക്കറ്റിലാണെങ്കിലും ലഭ്യമാണ്. ചില മാർക്കറ്റുകളിൽ നമ്മളിങ്ങനെ തുണി തൂക്കിയിട്ട് വിൽക്കുന്നത് കാണാം, അല്ലെങ്കിൽ കൂന പോലെ കുന്നുകൂട്ടി ഇങ്ങനെ വിൽക്കുന്നത് കാണാം. 100 രൂപ, 150 രൂപ. നല്ല നല്ല സാധനങ്ങൾ നമുക്ക് അതിൽ നിന്ന് കിട്ടും. പക്ഷെ നമ്മൾ അത് തിരഞ്ഞ് നല്ലത് ഏതാണ്, നമുക്ക് ഇഷ്ടപ്പെട്ട ഏതാണെന്ന് വെച്ചാൽ കണ്ടുപിടിക്കണം. കാരണം പഴയതും പുതിയതുമായിട്ടുള്ള ഒരുപാട് തുണികൾ അതിൻ്റെ അകത്ത് കാണാം. നമുക്കറിയില്ലല്ലോ ഇവർ തുണികൾ എവിടെ നിന്നൊക്കെയാണ് കൊണ്ടുവരുന്നതെന്ന്. അതുകൊണ്ടായിരിക്കും ഇവർ വില കുറച്ച് വിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലതുപോലെ തുണി നോക്കിയിട്ട് വേണം അങ്ങനെയുള്ളിടത്തു നിന്ന് തുണി എടുക്കുവാൻ വേണ്ടി, വാങ്ങുവാൻ വേണ്ടി. നാട്ടിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഹോൾസെയിലായിട്ട് തുണിക്കച്ചവടം നടത്താൻ വേണ്ടി നമുക്ക് ഡൽഹി ബെറ്ററാണ്. എല്ലാവരും തമിഴ്നാടൊക്കെ യൂസ് ചെയ്യുമെങ്കിലും തമിഴ്നാട് പോലെ തന്നെ നല്ല തുണികൾ നമുക്ക് ഡൽഹിയിലെ ചില മാർക്കറ്റുകളിൽ ലഭ്യമാണ്. സോക്സ്, അതുപോലെ സ്വെറ്റർ, ജാക്കറ്റ്, ഷൂസ് ഇതെല്ലാം നമുക്ക് ഡൽഹിയിൽ നല്ല വിലക്കുറവിന് ഹോൾസെയിലായിട്ട് കിട്ടി നമുക്ക് നാട്ടിൽ കൊണ്ട് വിൽക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സായിട്ട് കാണാൻ പറ്റുന്ന ഒരു സമ്പ്രദായമാണ്. തുണികൾ പോലെ തന്നെ നമുക്ക് ഡൽഹിയിൽ വിലക്കുറവിന് കിട്ടാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ വണ്ടികൾ, 4 വീലറുകൾ. ഇവിടെ നമുക്ക് ഒരു വണ്ടി 10 വർഷം അല്ലെങ്കിൽ 15 വർഷമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് 10 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ 15 വർഷം കഴിയുമ്പോൾ ഡൽഹിയിൽ നിന്ന് പഴയ വണ്ടികളെല്ലാം കയറ്റി ഇറക്കിയാണ് ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലോട്ട്. ഒരുപാട് ആളുകൾ വിലക്കുറവിന് നമ്മുടെ ഡൽഹിയിൽ നിന്ന് വണ്ടികൾ വാങ്ങി നാട്ടിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് വണ്ടികളുടെ വിൽപ്പനയെക്കുറിച്ചുള്ള, ഡൽഹി വണ്ടികൾ വിലക്കുറവിന് കിട്ടും എന്നുള്ള ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരുന്നതായിരിക്കും. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ വൈഫും കുഞ്ഞും അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ പർച്ചേസ് ചെയ്ത് നടക്കുന്ന കൂട്ടത്തിലായിരുന്നു അവിടെ ഒരു ക്രിസ്മസിൻ്റെ സാധനങ്ങൾ വിൽക്കുന്ന ഒരു കട കണ്ടത്. ആ കടയിൽ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്മസിൻ്റെ എല്ലാ ഐറ്റംസും ആ കടയിൽ അങ്കിള് തന്നെയാണ് ഉണ്ടാക്കി വിൽക്കുന്നത്. കടയുടെ ചെറിയൊരു വീഡിയോ ഞാൻ ഈ വീഡിയോയുടെ നമ്മുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. പക്ഷേ കടയിലെ എല്ലാ വിശേഷങ്ങളുമായിട്ട് വേറെ ഒരു വീഡിയോയിലൂടെ വരുന്നതായിരിക്കും. അത് അത്രയ്ക്കും മനോഹരമായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. അതുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ നമ്മുടെ ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവിടെ ഒരു ബെൽ ഐക്കൺ കൂടി കാണും. അതുകൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കൂടി കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരമാവുമെങ്കിൽ ഡൽഹിക്ക് വരുന്ന നിങ്ങളുടെ കൂട്ടുകാർ കൂടി നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും എല്ലാവർക്കും നന്ദി.